എല്ലാവർക്കും ഡേ 4 വാരാഹി പൂജയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2-3 വീഡിയോസിൽ ഒരുപാട് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇനിയും നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ അയച്ചു കൊടുക്കുക ഈ വീഡിയോ. ഒരു നിമിഷം കൊണ്ട് അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതത്രയും എന്താ പറയുക എന്നുവെച്ചാൽ അത്രയും അവർ സന്തോഷം ഉണ്ടാവും. അവരുടെ ലൈഫ് നല്ല രീതിയിൽ വരും. അപ്പോൾ പ്രാർത്ഥന ചിലപ്പോൾ അറിയാത്ത ആളുകളും ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അവർക്കും ഒരു ഹെൽപ്ഫുള്ളായിരിക്കും. സോ ഇന്ന് നമ്മൾ ഡേ 4 വാരാഹി പൂജയാണ്. അപ്പോൾ ഇന്നത്തെ ആ ഒരു മന്ത്രം എന്ന് പറയുന്നത് സർവ്വ ഐശ്വര്യസിദ്ധി വന്നു ചേരുവാനും കുടുംബത്തിലെ സന്താനലബ്ധി അല്ലെങ്കിൽ കുടുംബ കലഹം മാറുവാനും അതുപോലെ പല പല നേട്ടങ്ങളുള്ള ഒരു അത്ഭുത മന്ത്രമാണ്. ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ വളരെ ശുദ്ധിയോടുകൂടിയും അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് വളരെ ശുദ്ധമായി തന്നെ ആയിരിക്കണം. നല്ല പ്രവൃത്തികൾ മാത്രം ചിന്തിച്ച് നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്ത് അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു പ്രാർത്ഥനയോടെ ലഭിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോസ് ചെയ്തപ്പോൾ അതിലെനിക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് ഈ ഒരു ചാനലിൽ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇത്രയും ആളുകൾ ഇതിനകത്ത് ഈ സബ്സ്ക്രൈബേഴ്സായിട്ടിരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് പേര് ഇതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ വന്ന് ചേർന്നിട്ടുണ്ട്. ഒരുപാട് അത്രയും നല്ല നല്ല കാര്യങ്ങൾ വന്ന് ചേർന്നിട്ടായിട്ട് അവരുടെ ഫാമിലി ഒരുപാട് നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കമൻറ്റുകൾ ശ്രദ്ധിച്ചാലുണ്ടാവും. അപ്പോൾ അതൊക്കെ ആക്ച്വലി ഈ ഒരു പ്രാർത്ഥനയുടെ ഫലം മാത്രമല്ല, അവരത്രയും എഫേർട്ട് ഇടുന്നുണ്ട്. അവരുടെ ആ പ്രാർത്ഥന അത്രയും കഠിനമാണ്. ദേവിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ ഒരു ആ ഒരു ദേവിയുടെ ഒരു അടുത്ത ഒരു ഭക്തിയായി മാറി. അതുകൊണ്ടാണ് അവർക്ക് നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നതും അതുപോലെ അവരുടെ കാര്യങ്ങൾ അതുപോലെ നടക്കുകയും ചെയ്യുന്നത്. പിന്നെ ചിലർ ഒരു കാര്യം നടക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കും, എന്നിട്ട് പിന്നെ വേണ്ട അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. പക്ഷേ അവരോടൊക്കെ എനിക്ക് പറയേണ്ട ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് നമ്മുടെ ജീവിതം അവസാനം വരെയും പ്രാർത്ഥനയിൽ നമ്മൾ അതിന് നമ്മളൊരു ഇത് കൊടുക്കണം, ടൈം കൊടുക്കണം. നമ്മൾ എന്തിനൊക്കെ സമയം കാണുന്നുണ്ട് അതിൽ ഒരു സമയം നമ്മൾ അതിനു വേണ്ടി മാറ്റി തന്നെ വെക്കണം. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഈ ഒരു പ്രാർത്ഥന ചൊല്ലുന്നത് തന്നെയും രാത്രിയായിരിക്കണം. ഓക്കെ, അപ്പോൾ രാത്രി പ്രാർത്ഥിക്കുന്നതിന് ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വരാഹി ദേവി എന്ന് വെച്ചാൽ വരാഹ രൂപം കൊണ്ട ദേവിയാണ്. അപ്പോൾ വരാഹത്തിൻ്റെ രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നിയുടെ ആ ഒരു മുഖത്തോട് കൂടിയവളാണ്. പന്നിമുഖി എന്നും അറിയപ്പെടുന്നു. വാരാഹി പല നാമങ്ങളിൽ അറിയപ്പെടുന്നു. അതിൽ ഈ പന്നിമുഖി എന്ന് പറയുമ്പോൾ മൃഗരൂപം പൂണ്ട ദേവീദേവന്മാർക്ക് പ്രത്യേക ശക്തിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗണപതി ഭഗവാനെ തന്നെ പറയാം. ആനയുടെ തലയോട് കൂടിയവൻ എന്നറിയപ്പെടുന്ന മഹാഗണപതി, ശ്രീ മഹാഗണപതിയിൽ ആ ഒരു വരം തന്നെ ശിവഭഗവാൻ കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എവിടെയും ഒരു തടസ്സവും ഇല്ലാതെ അല്ലെങ്കിൽ എന്ത് കാര്യവും നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആ ഒരു ഭഗവാൻ അങ്ങനെ ഒരു വരം കൊടുത്തിട്ടുണ്ട്. അതായത് എന്ത് ഒരു തടസ്സം എന്താ പറയുക, വിഘ്നവിനായകൻ എന്നാണ് അറിയപ്പെടുന്നത്. തടസ്സം ഇല്ലാതെ ആ ഒരു കാര്യം ശുഭമായി നടക്കണമെങ്കിൽ നമ്മൾ ആരെ ആരാധിക്കുക? ശ്രീ മഹാഗണപതിനെ ആരാധിക്കുക. എന്തെങ്കിലുമായിട്ടൊരു നേർച്ചയോ വഴിപാടോ ഒക്കെ ആയിട്ട് ചെയ്തിട്ടായിരിക്കും ഒരു ഗൃഹപ്രവേശം പോലും ചെയ്യുക എന്ന് പറയുന്ന പോലെ. അത് സത്യവുമാണ്. അത് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചടിക്കുകയും ചെയ്യും. തടസ്സം തന്നെയാണ് ഫലം. അത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും. പന്നിമുഖി, അതായത് ഈ ഒരു വാരാഹി ദേവിയുടെ രൂപം തന്നെ ഒരു മൃഗരൂപമാണ്. അതുകൊണ്ട് തന്നെയും ഭയങ്കര പവർഫുള്ളാണ്. മന്ത്രം ജപിക്കുന്നത് പോലും തെറ്റ് കൂടാണ്ട് വളരെ പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ്. അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മൾ ജപിക്കേണ്ടത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, രാത്രിയാണ് ഈ ദേവി കൂടുതൽ ആക്റ്റീവായിരിക്കുക. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ എന്താ പറയുക, അത്രയും നമ്മൾ 100% നമ്മൾ മനസ്സ് കൊടുത്ത് തന്നെ പ്രാർത്ഥിക്കാൻ വേണം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുകയാണെങ്കിൽ, നമ്മുടെ വാരാഹി ദേവിയുടെ ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ 101 തവണ മാല കോർത്ത് അങ്ങനെ നിങ്ങൾക്ക് അമ്പലത്തിൽ സമർപ്പിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നോട്ട്ബുക്കിൽ നമ്മൾ 101 തവണയോ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന, അതായത് ഒരു 11 അല്ലെങ്കിൽ 101 അങ്ങനെ
നമുക്ക് എഴുതി വെക്കാം. വയ്ക്കുന്ന സ്ഥലം വളരെ ശുദ്ധിയുള്ള ഒരു സ്ഥലമായിരിക്കണം. ഒരിക്കലും അതിനെ ഒരു പബ്ലിക് സ്പേസിലോട്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തോട്ടോ അങ്ങനെയൊന്നും കൊണ്ട് വെക്കരുത്. പൂജാ റൂമിൽ എങ്ങനെയാണോ നമ്മൾ ഭഗവാന്റെ ഭഗവതിയുടെയൊക്കെ ഫോട്ടോ വെച്ചേക്കുന്നത് അതേപോലെ പ്രഷ്യസ് ആയിരിക്കണം. അത് ഭയങ്കര ഇതായിട്ട് സൂക്ഷിക്കാൻ വേണം. അതല്ല നിങ്ങൾക്ക് അമ്പലത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാല കോർത്ത് അമ്പലത്തിൽ കൊടുക്കാം കേട്ടോ. വാരാഹി ദേവി ക്ഷേത്രങ്ങളിൽ കൊടുക്കാം, സമർപ്പിക്കാം. അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുന്നാലും നല്ലതാണ്. അതാ ഈ ഒരു പ്രാർത്ഥന നൈറ്റ് തന്നെ ചൊല്ലണം കേട്ടോ. മാക്സിമം സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് ചൊല്ലാം. പക്ഷേ ഉത്തമം നൈറ്റാണ്. പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ മന്ത്രം എന്നുള്ളത് ഞാൻ പറയാം, അത് കൂടെ ജപിക്കുക. ഓക്കെ. ഓം ജഗദംബായ നമഃ. 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 ജഗദംബായ നമഃ. ഓം 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 ജഗദംബായ ജഗദംബായ